ഒരു പെൺകുട്ടി ഇന്ന് വ്യാജ പരാതിയോടുകൂടി ജീവൻ ഒടുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ദീപകിൻ്റെ കേസ് നമ്മൾ കണ്ടതാണ്. ഞാൻ വീഡിയോ ചെയ്തത് എന്നെപ്പോലുള്ള ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് സോഷ്യൽ മീഡിയയിലും അല്ലാതെ എല്ലാവരും ഒരുപാട് ഇരുന്നത് നിങ്ങളൊക്കെ ഭാഷയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേര് ഇന്ന് ചിലച്ചിരുന്നു. അന്ന് ആ പെണ്ണിന് സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ള ഷിംജിതയ്ക്ക് സപ്പോർട്ടായിട്ട് വന്നില്ലേ ഒരു സ്ത്രീ ദായി എന്നൊക്കെ പറഞ്ഞിട്ട്, അതിന് സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കലിനെ പോലെ എത്ര എണ്ണം ഉണ്ടായിരുന്നു അന്ന്? ഇന്ന് എവിടെ? ഇന്ന് അറക്കൽ ഇന്ന് എവിടെ? നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വലിയ സംസാരിക്കുന്ന ആളല്ലേ. സ്വന്തം മാനത്തിനും നിരപരാധിത്വത്തിനും ജീവനേക്കാൾ വിലയുണ്ട്. അങ്ങനത്തെ സ്ത്രീകളുണ്ട്. കേൾക്കണുണ്ടോ? ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള വേറൊരു മൂക്കുകയറിട്ടൊരു സ്ത്രീ വന്നിരുന്നല്ലോ, അതിന്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ല. ഞാനെന്തായാലും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എന്റെ ബ്ലഡിന്റെ ഉമ്മാനെ കൊണ്ട് മിസ്സായി. ഞാനെടുത്തുന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കരയത്ത് പോലും അങ്ങനത്തെ സാധനം ഉള്ളത് പോലും എന്റെ വീട്ടിൽ എന്തൊക്കെയോ ഞാനിതിപ്പോ ചെക്കപ്പൊക്കെ കോഴിക്കോട് ഒരു റൂം എടുത്തിട്ടുണ്ട്. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. ജസീല കാസർഗോഡ്. ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ ഈ കുട്ടിയുടെ മുഖം മാത്രമേ ഉള്ളൂ. 24 വയസ്സുള്ളൊരു കുട്ടിയാണ് കാസർഗോഡുള്ളത്. 2 പിഞ്ചു പൈതങ്ങളുണ്ട്. ഭർത്താവ് എന്ന് പറയുന്ന നായിൻ്റെ മോൻ ഗൾഫിലാണ്. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾ ഈ വിഷയം എത്ര പേര് അറിഞ്ഞു എന്നുള്ള അറിയില്ല. അറിഞ്ഞവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഞാൻ ഈ ഒരു കണ്ടീഷനിൽ സാധാരണ വീഡിയോസ് ചെയ്യാറില്ല. ഈ വിഷയം ഞാൻ ആദ്യം എടുക്കേണ്ടതെന്ന് വിചാരിച്ചു. കാരണം ഇതുപോലത്തെ ന്യൂസ് നമ്മൾ യൂട്യൂബിൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് പല സിറ്റുവേഷനിലും പോളിസി വയലേഷൻ പോലെയൊക്കെ വരും. കാരണം ഇതിൽ ഈ സെൽഫ് ഹാമൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ഒരു പ്രശ്നമാണ്. പക്ഷേ ഞാൻ ഈ വിഷയത്തിനെ കുറിച്ച് വീണ്ടും ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഈ വിഷയം ഈ കുട്ടിയുടെ കരച്ചിൽ കണ്ട സമയത്ത് ഇതിനെക്കുറിച്ച് പല കാര്യങ്ങളും ഞാൻ അന്വേഷിച്ച സമയത്ത് സത്യം പറയാലോ 2 വാക്ക് പറയാതെ വയ്യ. അപ്പം എൻ്റെ വാക്കുകൊണ്ടോ ഞാൻ സംസാരിക്കുന്നതുകൊണ്ടോ അതിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്ന ഒരു പ്രതീക്ഷ എനിക്കില്ല. പക്ഷെ എന്നാലും പൊതുവേ അല്ല, ഈ പെർട്ടിക്കുലർ വിഷയത്തിൽ ഞാൻ ഇതിനെക്കുറിച്ച് വായിച്ച സ്ഥിതി വെച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ. നമ്മളുടെ ഈ പോലീസുകാർക്ക് ശരിയാണ്, കേസ് തെളിയിക്കണം, സംഗതി സത്യം തന്നെയാണ്. പക്ഷെ കുറച്ച് മനസാക്ഷി എന്ന് പറഞ്ഞ സംഭവം ആവാം. ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, ഒരുപാട് പോലീസുകാർക്ക് അതുണ്ട്. പക്ഷെ കുറച്ച് മനസാക്ഷി ആവാം. അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഇൻഫ്ലുവൻസിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അപ്പുറത്ത് നിൽക്കുന്നത് ഒരു മനുഷ്യനാണ്, ഒരു മനുഷ്യ സ്ത്രീയാണ്, ഒരു പാവം സ്ത്രീയാണെന്നുള്ള കാര്യം ആലോചിക്കാം. രാത്രി ഇതിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ചോദ്യം ചെയ്യുന്ന സമയത്ത് വനിതാ പോലീസ് ഉണ്ടായിരുന്നില്ല എന്ന് കേൾക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ എത്ര മോശമാണ് കേരള പോലീസ്, എത്ര മോശമാണ്. പറയാതിരിക്കാൻ വയ്യ. വിഷയം നിങ്ങൾ എത്ര പേര് അറിഞ്ഞു അറിയില്ല. ജസീല, 24 വയസ്സുള്ള ജസീല സ്വന്തം ഫ്രണ്ടിന് ഡീറ്റെയിൽസൊക്കെ ഞാൻ പറയാം, 2 പവൻ കൊടുത്ത് സഹായിച്ചു. അത് തിരിച്ചു തരേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ, എന്താ അഫ്രീദിയോ, തിരിച്ചു തരേണ്ട സിറ്റുവേഷൻ വന്നപ്പോൾ അവൻ എന്ത് പണി കാണിച്ചു? വെറും 2 പവൻ തിരിച്ചു കൊടുക്കേണ്ടി വരും എന്നുള്ള ആ സിറ്റുവേഷൻ വന്ന സമയത്ത് ഇവൻ ഈ കുട്ടിയുടെ പേരിൽ, അത് തന്നെ ഒരു ആപത്ത് ഘട്ടത്തിൽ സഹായിച്ചിട്ടുള്ള ആ ഒരു പെൺകുട്ടിയെ 9 പവൻ മോഷ്ടിച്ചു എന്നുള്ള പേരിൽ അവൻ കേസ് കൊടുത്തു. അതിലും നിന്നിട്ടില്ല. അവനും അവൻ്റെ ഉപ്പയും ഉമ്മയും അവൻ്റെ വീട്ടുകാരും നിരന്തരമായിട്ട് അതിൻ്റെ പേരിൽ പീഡിപ്പിച്ചു. പോരാത്തതിന് ഇതിൻ്റെ ക്യാരക്ടർ, മോറൽ സൈഡ് ചോദ്യം ചെയ്തുകൊണ്ട് ക്യാരക്ടർ മോശമാക്കിയിട്ട് പല ചെക്കന്മാരെ കൂടെ റൂം എടുത്തു എന്ന് ഭർത്താവ് എന്ന് പറയുന്നവനെ, എനിക്ക് അവനെയൊക്കെ കണ്ടല്ലോ, ഗൾഫിലേക്ക് അവനെ അറിയിച്ചു. എന്നിട്ട് അവരെല്ലാവരും കൂടി പടയിളകി വന്നിട്ട് ഈ പെണ്ണിനെ ചോദ്യം ചെയ്തു, ഈ കുട്ടീനെ. അത്ര അധികം മാനസിക പിരിമുറുക്കം അനുഭവിച്ചിട്ട് ഒരു പെൺകുട്ടി ഇന്ന് വ്യാജ പരാതിയോടുകൂടി ജീവൻ ഒടുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ദീപകിൻ്റെ കേസ് നമ്മൾ കണ്ടതാണ്. ഞാൻ വീഡിയോ ചെയ്തത് എന്നെപ്പോലുള്ള ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് സോഷ്യൽ മീഡിയയിലും അല്ലാതെ എല്ലാവരും ഒരുപാട് ഇരുന്നത് നിങ്ങളൊക്കെ ഭാഷയിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ പേര് ഇന്ന് ചിലച്ചിരുന്നു. അന്ന് ആ പെണ്ണിന് സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ള ഷിംജിതയ്ക്ക് സപ്പോർട്ടായിട്ട് വന്നില്ലേ ഒരു സ്ത്രീ ദായി എന്നൊക്കെ പറഞ്ഞിട്ട്,
അതിന് സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കലിനെ പോലെ എത്ര എണ്ണം ഉണ്ടായിരുന്നു അന്ന്? ഇന്ന് എവിടെ? ഇന്ന് അറക്കൽ ഇന്ന് എവിടെ? നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വലിയ സംസാരിക്കുന്ന ആളല്ലേ? സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഈ കുട്ടിതായപ്പോൾ ഞാൻ നിങ്ങളെ ഫേസ്ബുക്കിൽ അവിടെ ഇവിടെ നോക്കിയല്ലോ, ഇവിടെ അല്ലേ? ജീവനോടല്ലേ? അണ്ണാക്കിൽ എന്ത് പറ്റി? എന്താ വായിൽ കുത്തി കയറ്റിയിരിക്കുന്നു? ഇപ്പോൾ പറയാതിരിക്കാൻ വയ്യ. കാരണം ദീപകിന്റെ കേസ് പറഞ്ഞ സമയത്തേ അന്നൊക്കെ നമ്മളെല്ലാവരും ഒരുപാട് പുരുഷന്മാരെ നെഞ്ചത്തേക്ക് കയറാനായിരുന്നു. പക്ഷെ അന്നും നമ്മൾ പറഞ്ഞിരുന്നു, സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ സംസാരിക്കേണ്ടവൻ മറ്റ് താല്പര്യങ്ങളില്ലാത്തവർ സംസാരിക്കും. മനസ്സിന് നന്മ കൊണ്ടുനടക്കുന്ന ആൾക്കാർ സംസാരിക്കും. ഞാൻ ഈ കുട്ടിയുടെ ജസ്റ്റ് ചെറിയൊരു പോർഷൻ പ്ലേ ചെയ്യാം. എനിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാനത് പ്ലേ ചെയ്യാം. അതിന് മുന്നേ ഈ ഫേസ്ബുക്കിൽ ഇതിനെക്കുറിച്ച് നോക്കിയ സമയത്ത് വളരെ വൈകാരികമായിട്ട് ഒരുപാട് പേര് കുറിപ്പ് എഴുതിയിട്ടുണ്ട്. എനിക്കത് വായിക്കാതെ വയ്യ. കേട്ടോളൂ. നിങ്ങൾ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷെ എന്നാലും വേറെ ഒന്നിനും സമയം കണ്ടെത്തിയില്ലെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം. ഒരു മിനിറ്റ്. കഷ്ടപ്പാട് കണ്ട് 2 പവൻ കൊടുത്ത് സഹായിച്ചതിന് ജസീലയ്ക്ക് പകരം നൽകേണ്ടി വന്നത് സ്വന്തം ജീവനാണ്. അതായത് അഭിമാനത്തിന് വില കൽപ്പിക്കുന്ന സ്ത്രീകളുണ്ട് നമ്മുടെ നാട്ടിൽ. അവരിന്ന് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ വരെ കൊടുക്കുന്ന അങ്ങനത്തെ ഒരു സ്ത്രീയുടെ കഥയാണ്. സ്വന്തം മാനത്തിനും നിരപരാധിത്വത്തിനും ജീവനേക്കാൾ വിലയുണ്ട്. അങ്ങനത്തെ സ്ത്രീകളുണ്ട്. കേൾക്കണുണ്ടോ? ശ്രീലക്ഷ്മി അറക്കലിനെ പോലുള്ള വേറൊരു മൂക്കുകയറിട്ടൊരു സ്ത്രീ വന്നിരുന്നല്ലോ, അതിൻ്റെ പേര് പോലും എനിക്ക് ഓർമ്മയില്ലെന്ന്. നമ്മുടെ നാട്ടിൽ സത്യം തെളിയിക്കാൻ ഒരു പെൺകുട്ടിക്ക് സ്വന്തം ജീവൻ തന്നെ ത്യജിക്കേണ്ടി വന്നു എന്നത് നമ്മുടെ സമൂഹത്തിന് തന്നെ തീരാത്ത അപമാനമാണ്. ഭർത്താവിൻ്റെ അയൽവാസിയായ അഫ്രീദ് എന്ന് കാണുന്നുണ്ട്. അഫീദും കുടുംബവും നടത്തിയ ആസൂത്രിത വേട്ടയാടലിനാണ് ഈ ദുരന്തത്തിൻ്റെ തുടക്കം. തൻ്റെ ഫാൻസി കടയുടെ ആവശ്യത്തിന് 2 പവൻ സ്വർണം ജസീലയുടെ കയ്യിൽ നിന്ന് അഫീദ് വാങ്ങിയിരുന്നു. എന്നാൽ അത് തിരികെ ചോദിക്കുമെന്ന് ഭയന്ന അഫീദ് തിരിച്ചൊരു കള്ളക്കഥ മെനയുകയായിരുന്നു. നിന്റെ 2 പവൻ്റെ പൈസയ്ക്ക് പകരം ഉണ്ടാവുന്നത് 2 പിഞ്ചു കുഞ്ഞുങ്ങളുടെ അനാഥത്വമാണ്. ഭർത്താവിനെ ഞാൻ പറയുന്നില്ല, അതിൻ്റെ പോലെ ഞാൻ പറയുന്നില്ല. പക്ഷെ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ, ആ സ്ത്രീയുടെ ജീവൻ പോയി. 2 കുഞ്ഞുങ്ങൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇനി കാലം മുഴുവൻ അവർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആ ഭാരം കംപ്ലീറ്റ് മനസാക്ഷി ഉണ്ടെങ്കിൽ, ദൈവഭയം ഉണ്ടെങ്കിൽ വരും. റമദാൻ മാസമാണ്. 9.5 പവൻ ജസീല മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് ഇയാൾ പോലീസിൽ പരാതി നൽകി. ഇത് കേവലം ഒരു പരാതിയിൽ ഒതുങ്ങിയില്ല. ജസീല ഒരു മോഷ്ടാവാണെന്ന തരത്തിൽ നാട്ടിലും കുടുംബത്തിലും വ്യാപകമായ അപവാദ പ്രചാരണമാണ് അഫീദും കുടുംബവും നടത്തിയത്. പ്രവാസിയായ ജസീലയുടെ ഭർത്താവിനെ വിളിച്ച് നിന്റെ ഭാര്യയുടെ സ്വകാര്യ ചിത്രങ്ങൾ എൻ്റെ കൈവശമുണ്ടെന്ന് കള്ളം പറഞ്ഞു. ആ ബന്ധത്തിൽ ഇയാൾ വിഷം കലർത്തി. പക്ഷെ കലങ്ങരുതായിരുന്നു. അതാണ് ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം. കുട്ടികളുണ്ടല്ലോ, വിഷം കലർത്തി, പക്ഷെ കലങ്ങാൻ പാടില്ലായിരുന്നു. ഭർത്താവിൻ്റെ വീട്ടുകാർ വിവാഹമോചന ഭീഷണി മുഴക്കി വീട്ടിലെത്തിയതോടെ ജസീല പൂർണ്ണമായും ഒറ്റപ്പെട്ടു. താൻ ഇരയാണെന്നും താൻ അഫീദിനെതിരെ കേസെടുക്കണമെന്നും പറഞ്ഞെങ്കിലും അത് ആദൂർ പോലീസ് കേൾക്കാൻ പോലും തയ്യാറായില്ല എന്നാണ് ജസീല മരണത്തിന് മുമ്പ് പറയുന്നത് ആ വീഡിയോയിലൂടെ. എൻ്റെ വാക്കുകൾ ആരും വിശ്വസിക്കുന്നില്ല, പോലീസ് പോലും എൻ്റെ പരാതി സ്വീകരിക്കുന്നില്ല. ഒരു മോഷ്ടാവായി എനിക്കിനി ജീവിക്കാൻ കഴിയില്ല. മരണത്തിന് തൊട്ടു മുമ്പ് ജസീല റെക്കോർഡ് ചെയ്ത ഓരോ വാക്കുകളും മലയാളിയുടെ ഉള്ളുലയ്ക്കുന്നതാണ്. സീരിയസ്ലി ഇതാണ് കേരള സ്റ്റോറി. ഇത് മാല ആരോപിച്ചു കട്ടുപറണ്ട് ഇതല്ല. ഈ മനസ്സ് കുത്താണല്ലോ. ഞാൻ കാസർഗോഡ് അവിടെ നടന്നിട്ടുള്ള ഈ സംഭവം ഇവിടെ ഇരുന്നിട്ട് ഇത്രയും ഇതിൽ ഞാൻ പറയുന്നു കേൾക്കുന്ന നിങ്ങളുണ്ടല്ലോ, അതാണ് കേരള സ്റ്റോറി. ആത്മഹത്യ ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് നിവർന്നു നിൽക്കാമായിരുന്നു. കൂടെ ജീവിക്കുന്ന സ്വന്തം രക്തത്തിലുള്ള 2 കുഞ്ഞുങ്ങളെ പ്രസവിച്ച താൻ പറയുന്ന വാക്കുകൾ വിശ്വസിക്കാതെ അയൽവാസിയും കുടുംബവും പറയുന്ന വാക്കുകളെ വിശ്വസിക്കുന്ന ഒരു ഭർത്താവിനെ ആ കുട്ടിക്ക് വേണ്ടെന്ന് വെക്കാമായിരുന്നു. ഓന് വേറെ പലതും ഉണ്ടാവും. ഓൻ ഇതിനെ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കില്ല. ഓൻ 2 കുട്ടികളുണ്ടായി കൊടുത്ത് അവിടെ സുഖിക്കായിരിക്കും. അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല. എന്ത് ചെയ്യാം? ചില ആളുകൾക്ക് ചില സമയങ്ങളിൽ ഒരു ആശ്വാസവാക്ക് പോലും പറയാൻ ആളില്ലാത്ത സാഹചര്യങ്ങളിൽ മരണമാണ് എല്ലാത്തിനും മറുപടി എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ
സീരിയസ്ലി ഇത് എഴുതിയത് നൗഷാദ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് കേട്ടോ. സീരിയസ്ലി ക്രെഡിറ്റ്സ് ടു ദിസ് ഗൈ. നൗഷാദ് നൗഷു പറഞ്ഞിട്ടുള്ള ഒരു ഇതിൽ എഴുതിയാണ്. സത്യമാണ്, പിന്നെ ഒന്നും പറയാനില്ല. മരണമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പം ഒന്നും തോന്നല്ലേ. മരണത്തിന് ശേഷമെങ്കിലും ആ കുട്ടിക്ക് നീതി കിട്ടുമോ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ആ കുട്ടിക്ക് നീതി കിട്ടുമോ? അതിന് വേണ്ടി ആരെങ്കിലും ഉണ്ടാവുമോ? നിൻ്റെ ഉപ്പയും ഉമ്മയും ആ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ഉമ്മ എവിടെയെന്ന് അറിയാണ്ട് ഉമ്മാൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഒരു കുരങ്ങൻ, ചെറിയൊരു കുട്ടിക്കുരങ്ങൻ, പഞ്ച് എന്നൊരു കുട്ടിക്കുരങ്ങൻ ജപ്പാനിലെ എവിടെ തോന്നുന്നുണ്ട്. അതിൻ്റെ അമ്മ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു ടെഡ്ഡി ബെയർ പിന്നെ ഉരുട്ടിക്കാൻ നടക്കുന്നത്. അതിന് പേര് ഞാൻ മറന്നു, ഷോൺ ടൈറ്റോ ആരും അറിയില്ല. അതിന് ഒരുപാട് കോടികളോ മില്യൺസൊക്കെ ആ കുരങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് മുടക്കാൻ തീരുമാനിച്ചു. അതായത് കുരങ്ങിങ്ങനെ ആ ഒരു പാവയും തട്ടിപ്പിടിച്ച് നടക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലോകം വിതുമ്പുന്ന ഒരു കാഴ്ച ഞാൻ പകൽ കണ്ടു. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ഭയങ്കര സാഡ് BGM കഴിഞ്ഞിട്ട്. ഇവിടെ മനുഷ്യ കുഞ്ഞുങ്ങളുണ്ട് 2 പേര്. ഉമ്മ പോയത് അറിഞ്ഞിട്ടില്ല അവർ. മക്കളെ, ഉമ്മ തെറ്റ് ചെയ്തിട്ടില്ല. കാസർഗോട്ടെ ചെറിയ വീടിൻ്റെ ഉമ്മറത്ത് 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ഇന്നും കാത്തിരിക്കുന്നുണ്ടാകും തങ്ങളെ നെഞ്ചോട് ചേർത്ത് ഉമ്മകൾ നൽകുന്ന ഉമ്മച്ചിയെ. പക്ഷെ ആ ഉമ്മ ഇനി വരില്ല. ആദൂർ പോലീസ് സ്റ്റേഷനിൽ ഇരുണ്ട മുറികളും സോഷ്യൽ മീഡിയയിലെ വിഷം ചിരുന്ന കമൻറ്റുകളിലും ജസീൽ എന്ന 24-കാരിയുടെ ആത്മാഭിമാനം അവർ കൊന്നു തീർന്നിരിക്കുന്നു. ആ പെൺകുട്ടിയുടെ കണ്ണീർ നിങ്ങൾ കണ്ടില്ലേ? മോഷണം എന്ന ഇല്ലാത്ത കുറ്റം തലയിൽ കെട്ടിവെച്ച് അയൽവാസികൾ വളഞ്ഞപ്പോൾ അവൾ ഓടിച്ചെന്നത് നീതി കിട്ടുമെന്ന പ്രതീക്ഷയിൽ പോലീസിൻ്റെ അടുത്തേക്കായിരുന്നു. പക്ഷേ അവിടെ കാത്തിരുന്നത് അതിലും വലിയ ക്രൂരതയായിരുന്നു. വനിതാ പോലീസുകാർ പോലും ഇല്ലാതെ ഒരു പെണ്ണിനെ ഒരു കൊടും കുറ്റവാളിയായി വിചാരണ ചെയ്തപ്പോൾ ആഭ്യന്തര വകുപ്പിൻ്റെ നിയമങ്ങൾ എവിടെയായിരുന്നു? ഞാനേ പെട്ടെന്ന് ഈ വിഷയം ഇങ്ങനെ കാണുന്ന സമയത്ത് മമ്മൂക്ക അഭിനയിച്ചൊരു സിനിമ ഉണ്ടല്ലോ, മറ്റേ സിനിമയുടെ പേര്. ഒരു മാല കെട്ടുന്നിട്ട് ആ പെണ്ണിനെ, ഗായത്രി എന്ന ആ പെണ്ണിനെ സ്റ്റേഷനിലേക്ക് വിളിക്കുമ്പോൾ മറ്റേ ആ ചെക്കൻ വിളിക്കുമ്പോൾ മുഖ്യമന്ത്രി കയറി ചെല്ലുന്നൊരു സിനിമയായിട്ട് കമ്പയർ ചെയ്യല്ല. യൂണിഫോം ഇട്ടവർക്ക് മുന്നിൽ കൈകൂപ്പി കരഞ്ഞ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് അവൾ അപേക്ഷിച്ചിട്ടും ആ മനസ്സാക്ഷിയില്ലാത്തവർ അത് കേട്ടില്ല. സത്യസന്ധതയ്ക്ക് മരണം നൽകിയ ശിക്ഷ. ഞാൻ നിരപരാധിയാണെന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ അവൾക്ക് ഒരു വീഡിയോ ചിത്രീകരിക്കേണ്ടി വന്നു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് കരഞ്ഞു പറയുന്ന ജസീലയുടെ ആ വീഡിയോ ഓരോ മലയാളിയുടെയും മുഖത്തേറ്റ അടിയാണ്. സത്യസന്ധമായി ജീവിച്ച ഒരു പെണ്ണിനെ കള്ളപ്പട്ടം കെട്ടിച്ച് ആത്മഹത്യയിലേക്ക് തള്ളിയിട്ട ഈ വ്യവസ്ഥിതിയാണ് ഒരു പെണ്ണിനെ മാനസികമായി തളർത്തി ഇല്ലാതാക്കാൻ എത്ര എളുപ്പമാണെന്ന് നമ്മുടെ സമൂഹം ഒരിക്കൽ കൂടി തെളിയിച്ചു. ആഭ്യന്തര വകുപ്പും പോലീസും മറുപടി പറയണം. 2 കുഞ്ഞുങ്ങളെ അനാഥരാക്കിയ ഈ കൊലപാതകത്തിന് ഉത്തരവാദികളായ ആദൂർ പോലീസിലെ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിയാൽ മാത്രം പോരാ, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ആ പാവം പെൺകുട്ടിയുടെ ജീവിതം വെച്ച് പന്താടിയ അയൽവാസികൾക്കും ഇതിൽ പങ്കുണ്ട്. ജസീലെ, നീ തോറ്റുപോയതല്ല, ഈ നാടിൻ്റെ നീതി സംവിധാനം നിന്നെ തോൽപ്പിച്ചതാണ്. നിന്റെ കുഞ്ഞുങ്ങളുടെ കണ്ണീരിന് കാലം മറുപടി പറയും. ആ സത്യസന്ധതയ്ക്ക് മുന്നിൽ ഈ ലോകം ഒരു നാൾ തലകുനിക്കും. കടുത്ത പ്രതിഷേധം, രൂക്ഷമായ വിമർശനം. സീരിയസ്ലി കടുത്ത പ്രതിഷേധം പറയണം. അവൻ്റെ ഈ കുട്ടിയുടെ ഭർത്താവോ അല്ലെങ്കിൽ ഇതിൽ ഈ കുട്ടീനെ ഈ കോലത്തിലാക്കിയിട്ടുള്ള ആ അഫീദ് എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടുകാരോ അഫീദോ അവനെ പരിചയമുള്ള ആരോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ടൊന്നും എനിക്ക് യാതൊരുവിധ ബന്ധമില്ല. ഞാനിവിടെ മലപ്പുറത്താണ്, നിങ്ങളവിടെ കാസർഗോഡാണ്. എന്നാലും പറയണം, റമദാൻ മാസമാണ്. മക്കളെ, ആ 2 കുട്ടികളെയും ഈ പെണ്ണിനെയും ജീവിതകാലം ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന ശിഷ്ട ജീവിതം നിങ്ങൾക്കും നിങ്ങളുടെ നിങ്ങൾക്കും ഇതിൽ പങ്കെടുത്തത്, ഞാൻ ബാക്കിയുള്ളവരെ പറയുന്നില്ല, പങ്കാളികൾക്കും നരകതുല്യമാവാൻ ഞാൻ ഈ റമദാൻ മാസത്തിൽ പ്രാർത്ഥിക്കുന്നു. പറയാതെ വയ്യ, ഞാനിങ്ങനെ പറയുന്ന ആളല്ല, പക്ഷെ ഇത് എക്സ്ട്രീമാണ്.